മോഹൻലാൽ എവിടെയായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടിപ്പോയിട്ടില്ല. പ്ലീസ് പ്ലീസ് ദയവ് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചത്. പ്ലീസ്, എനിക്ക് ബിബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിൽ പോകാനുള്ളത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ஹேமா கமிட்டி ரிப்போர்ட் மலையாள திரையுலகில் புயலை கிளப்பியுள்ள நிலையில் அம்மா சங்கத்திலிருந்து விலகிய மோகன்லால் இந்த விவகாரம் தொடர்பாக முதலாக செய்தியாளர்களை சந்தித்தார். அடுத்தடுத்த கேள்விகளால் ரவுண்டு கட்டிய போது நான் எங்கேயும் ஓடிவிடவில்லை என ஆவேசமாக பேசியுள்ளார். மலையாள நடிகைகளுக்கு நடந்த பாலியல் தொல்லை தொடர்பாக ஹேமா கமிட்டி ரிப்போர்ட் பெரும் சர்ச்சையை கிளப்பியுள்ளது. நடிகைகள் அடுத்தடுத்து தங்களுக்கு நடந்த பாலியல் துன்புறுத்தல்களை சொல்லி வருகின்றனர். இதனால் மோகன்லால் தலைமையிலான மலையாள திரைப்பட நடிகர் சங்க நிர்வாகிகள் கூண்டோடு ராஜினாமா செய்திருந்தனர். மோகன்லால் இந்த விவகாரம் குறித்து எதுவும் பேசாமல் அமைதி காத்த நிலையில் அவருக்கு எதிராக நடிகைகள் குரல் கொடுக்க ஆரம்பித்தனர். இந்த நிலையில் ஹேமா கமிட்டி ரிப்போர்ட் தொடர்பாக மோகன்லால் முதல் முறையாக மௌனம் கழித்துள்ளார். அப்போது பேசிய அவர், தற்போதைய பிரச்சினைக்கு அம்மா அமைப்பை மட்டும் குறை சொல்வதில் நியாயமில்லை. ஹேமா கமிட்டி அறிக்கையை நான் வரவேற்கிறேன். நான் கமிட்டியின் முன் வந்து எனக்கு தெரிந்த அனைத்தையும் பகிர்ந்து கொண்டேன். நான் பவர் குரூப்பில் இருப்பதாக சிலர் விமர்சிக்கிறார்கள். நான் அப்படி எந்த குரூப்பிலும் இல்லை. நான் இன்னும் அந்த அறிக்கையை படிக்கவில்லை. ஒட்டுமொத்த மலையாள திரையுலகமும் இதற்கு பதிலளிக்க வேண்டுமே தவிர அனைத்து பிரச்சனைகளுக்கும் அம்மா சங்கம் மட்டும் பதில் சொல்ல முடியாது. நீதிமன்றமும் கேரள அரசும் விசாரித்துக் கொண்டு இருக்கும்போது எனக்கு மட்டும் எப்படி எல்லாம் தெரியும்? உங்களுக்கு நான் எப்போதும் ஒத்துழைப்பு கொடுப்பேன். நான் எங்கும் ஓடிவிடவில்லை. திரைப்பட வேலைகள் மற்றும் எனது மனைவியின் அறுவை சிகிச்சை வேலைகளில் பிஸியாக இருந்ததால் கேரளாவில் இருந்து சென்றிருந்தேன். விசாரணைக்கு என்னுடைய முழு ஒத்துழைப்பு கொடுப்பேன். ஒரே விஷயத்தை செய்தியாளர்கள் திரும்ப பேச வேண்டாம். தவறு செய்தவர்கள் யாராக இருந்தாலும் தண்டிக்கப்பட வேண்டும். இனி இப்படி ஒரு சம்பவம் நடக்கக்கூடாது என்பதில் கவனம் செலுத்த வேண்டும் என கூறினார். இருப்பினும் செய்தியாளர்கள் தொடர்ந்து கேள்விகளை அடுக்கியதால் நன்றி சொல்லிவிட்டு அந்த இடத்தை விட்டு நகர்ந்தார் மோகன்லால். ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എന്റെ അഭിപ്രായം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസിനായാലും കേരള പോലീസല്ലേ നോക്കണ്ട, ഞാനാണോ? പ്ലീസ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. രണ്ടുപേരും കൂടെ തീർച്ചയായും ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ. അതിനെന്താ സന്ദേശം? അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ലേ വേണ്ടത്. ഞാൻ അതല്ലേ പറഞ്ഞത്. എന്താ ചോദിച്ചത്? അതെ, അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല. അതിലിപ്പോ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിന്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം അത് സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ. എന്നാ പറയും. അത് ഞാൻ പറഞ്ഞു. ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്. അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? എല്ലാരും കൂടെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതായത് അതെ, ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ.
അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ സഹായിക്കൂ. എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, 2 മാസം അതിനുള്ളിൽ നമുക്കിതറിയാം. ഇത് അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ്. എനിക്ക് ബിബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളത്. അത് എന്റെ സുഹൃത്തെ, ഞാൻ അതില്ലേ ഇപ്പൊ പറഞ്ഞു. ശരി, വളരെ എനിക്ക് ബേബി ജോൺ സാർ, ഒരു മിനിറ്റ്, ബേബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ്. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അതൊരു പിന്നെ അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന കാര്യം. ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു വെരി മച്ച്. Taste the Daily.